ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ വസിയ്യത്ത് അതെപ്പോഴും മഹാനവറുകൾ നല്ലോണം ചിന്തിച്ച് ശ്രദ്ധിച്ച് പരിഗണിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ ജീവിതം. മക്കയിലേക്ക് വരുമ്പോ സമ്പത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നീ മക്കയിലേക്ക് വരരുത് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ നിർദ്ദേശിച്ച നിർദ്ദേശം ഹജ്ജിന് കൂട്ടുകാരുടെ കൂടെ ശിഷ്യന്മാരുടെ കൂടെ വന്നപ്പോഴും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ധാരാളം സമ്പത്തുണ്ട്. മക്കയിലേക്ക് കിടക്കുന്ന അതിർത്തി പോയിന്റിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ടെന്റ് കെട്ടി. അതേ മിസ്കീന്മാരെയും ഫക്കീറുമാരെയും യാത്രക്കാരെയും ഒക്കെ കണ്ടാൽ ടെന്റിലേക്ക് പറഞ്ഞേക്കാൻ ശിഷ്യന്മാരെ വിട്ടയച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കയ്യിലുള്ള സമ്പത്ത് അങ്ങനെ കൊടുക്കുന്നു. അവസാനം ഇരിക്കുന്ന വിരിപ്പൊന്ന് എടുത്തൊന്ന് കുടഞ്ഞു നോക്കുന്നു. എവിടെയെങ്കിലും ഒരു ദിർഹമോ ഒരു ദീനാറോ എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ്. പൂർണ്ണമായും കൊടുത്തു എന്ന് കണ്ടപ്പോ പിന്നെ നേരെ മക്കയിലേക്ക് മഹാനവറുകൾ യാത്ര തിരിക്കുന്നു. ഉമ്മയുടെ ആ നിർദ്ദേശം മക്കയിലേക്ക് എത്ര തവണ മഹാനവറുകൾ പോയിട്ടുണ്ടോ ആ യാത്രയിൽ മുഴുവനും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാലിക്കുകയാണ്. ശിഷ്യന്മാരിത് കൂടെ കണ്ടിട്ട് പറയുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃദ് അത് വല്ലാത്ത ഒരു സുഹൃദാണ്.